ജോലിയില്ലാത്ത ദിവസം നമ്മൾ പിള്ളേരെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതാണ് പണി. നമ്മൾ സ്നെയിലിനെ പറക്കിയെടുക്കലാണ് നമ്മുടെ പണി. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും നമ്മുടെ ടാങ്കുകളിലൊക്കെ നിറച്ച് സ്നെയിൽ കിടക്കുന്നത്. അപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവും ഇത് മലേഷ്യൻ ട്രംപറ്റ് സ്നെയിലാണ്. അപ്പോൾ അവറ്റങ്ങ് എപ്പോഴും ഈ കല്ലിൻ്റെയൊക്കെ ഇടയിൽ ഒളിച്ചാണ് കിടക്കാറ്. രാത്രിയാകുമ്പോൾ അവർ പുറത്ത് വരും, പക്ഷേ ഞാൻ രാത്രി പിടിക്കാറില്ല അവറ്റങ്ങളെ. നമ്മൾ രാവിലെയാണ് സ്കൂൾ ഒക്കെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമയമുണ്ടെങ്കിലാണ് നമ്മൾ പിടിക്കാറ്. പിന്നെ നമ്മുടെ ഷിപ്പിംഗ് ഉണ്ടെങ്കിൽ ആണ് നമ്മൾ പിടിക്കാറ്. അതായത് നമ്മൾ സ്നെയിലിനെ നല്ലപോലെ ഇവിടെ വിൽക്കുന്നുണ്ട്. നമുക്ക് ആഴ്ചയിൽ ഒരു 20-30 പാക്കറ്റ് നമ്മൾ വിൽക്കാറുണ്ട്. നല്ല പൈസയാണ്. ഒരു 20 എണ്ണത്തിന് നമുക്ക് 10 പൗണ്ട് കിട്ടും. പിന്നെ ഷിപ്പിംഗ് കോസ്റ്റ് വേറെയാണ്. അപ്പോൾ ഷിപ്പിംഗ് കോസ്റ്റ് നമുക്ക് വേറെ കിട്ടും. അപ്പോൾ ജസ്റ്റ് പൊതിഞ്ഞ് എല്ലാം സെറ്റാക്കി അതിന് അയച്ചു കൊടുക്കലാണ്. അപ്പോൾ ഒരു 20 സ്നെയിലിന് 10 പൗണ്ട് കിട്ടും. അപ്പോൾ ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്കിന്നൊരു 8 എണ്ണം നമുക്ക് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ 8 എണ്ണം നമുക്ക് എടുക്കാനുണ്ട്. അത് പലതരം ഉണ്ട്. റാംസോണുണ്ട്, ബ്ലാഡർ സ്നെയിലുണ്ട്, പിന്നെ മലേഷ്യൻ ട്രംപറ്റ് ഉണ്ട്. അതുപോലെ നമ്മൾ കൾച്ചറുകളും സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൾച്ചർ നിങ്ങൾക്കറിയാലോ, മൈക്രോവേം ഉണ്ട്, നമ്മുടെ കയ്യിൽ ഡഫനിയ ഉണ്ട്, അതുപോലെ ഗ്രിൻഡൽ വേം ഉണ്ട്, പിന്നെ ബനാന വേമിനെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്, അത് എത്തിയിട്ടില്ല. വിനെഗറിയിലുണ്ട്. അപ്പോൾ അതും വേണ്ടവർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ UK അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് പിടിക്കാൻ ഇത്തിരി നേരം പോക്കാണെങ്കിലും നമ്മൾ എന്തായാലും ആ ഒരു സമയം നമ്മൾ മീനിൻ്റെ കൂടെ നിൽക്കുകയാണ്. നമുക്ക് എല്ലാ ടാങ്കിൽ നിന്നായിട്ട് നമ്മൾ കുറേശ്ശെ പിടിച്ചെടുക്കും. പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മീനുകൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കോഴിയൊക്കെ വന്ന് മാന്തുന്ന പോലെ നമ്മൾ മാന്തുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഫീഡൊക്കെ തിന്നാനായിട്ട് അവറ്റങ്ങൾ വരുന്നുണ്ട്. നല്ല രസമാണ്. അവറ്റങ്ങളുടെ എന്തെങ്കിലും അസുഖങ്ങളോ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനും ഫിഷിനെ കുറച്ച് നേരം നമ്മൾ ഫിഷിൻ്റെ കൂടെ ആയിരിക്കാനൊക്കെ ആയിട്ട് ഒരു നേരം പോക്കാണ്. നമ്മൾ നേരം പോക്കായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് മീനുള്ള ഫുഡ് വാങ്ങിക്കാനും മീനിൻ്റെ കാര്യങ്ങൾ നടത്തി പോകാനുള്ള പൈസയ്ക്ക് വേണ്ടി നമുക്ക് ആ പൈസ കിട്ടുന്നുണ്ട് കുറ്റങ്ങളുടെ. ഇപ്പോൾ ഒരു 8 എണ്ണം അയച്ചാൽ തന്നെ 80 പൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ തന്നെ ഒരു 3-4 പ്രാവശ്യം നമ്മളങ്ങനെ ഒരു 8 എണ്ണം 10 എണ്ണം ഒക്കെ വെച്ച് അയക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു വരുമാനം തന്നെ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ടെന്ന് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കി സെറ്റപ്പ്. നമ്മൾ ഇതിനകത്ത് അവരുടെ ലേബൽ, സാധനങ്ങൾ, സ്നെയിലിനെ എങ്ങനെ ഇത് ചെയ്യണം, കെയർ ചെയ്യണം എന്നുള്ളത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൈറ്റിലൊന്ന് നമുക്കൊരു റിവ്യൂ ഇട്ട് തരാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. അതുപോലെ 20 സ്നെയിൽ. അപ്പോൾ ഇതിനെ നമുക്ക് എന്തായാലും പാക്കറ്റിൽ ഇതിനകത്ത് വെച്ച് പൊതിയണം. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന ഒരു നേരം പോക്കായിട്ട് നമുക്ക് ബാക്കിയുള്ള സമയം കൊണ്ട് അങ്ങനെ നമ്മൾ ചെയ്യുന്ന ഒരു നേരം പോക്കാണ്. അപ്പോൾ അതങ്ങനെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് അയക്കണം. ഇവിടെയൊക്കെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അതാണ് അവർക്ക് ഏറ്റവും കെയർ. അപ്പോൾ നമ്മളത് ചെയ്ത് നമ്മളെന്തായാലും ഷിപ്പിങ്ങിന് ഉള്ളത് ഞാൻ തലേ ദിവസം തന്നെ പാക്കറ്റുകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിനകത്ത് ഇത് ചെയ്യാനേ ഉള്ളൂ. ഈ ഒരു പാക്കറ്റ് റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ സ്നെയിലിൻ്റെ പരിപാടി. ഇത് നമ്മൾ ബോക്സിലിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്.